ഈ സാഹചര്യത്തിൽ പറയാമോ എന്നെനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഒരു മൊയിന ടാങ്ക് ഫുള്ള് കൂത്താടിയായി. ഈ കൂത്താടികളെ മാത്രമായിട്ട് പറക്കിയെടുക്കുന്നത് നല്ല കഷ്ടമുള്ള പണിയാണ്. നമ്മളിങ്ങനെ ഒരു സൈഡ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെട്ടമുള്ള സൈഡിലോട്ട് മൊയിനെല്ലാം വന്ന് കൂടും. അപ്പൊ നമുക്ക് പിടിക്കാൻ എളുപ്പമാണ്. എന്നാലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കൂത്താടികളെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പറ്റുന്ന അത്രയും മൊയിനെ പിടിച്ച് മാറ്റിയതിനു ശേഷം പിന്നെ ബാക്കി വന്ന മൊയിനെയും കൂത്താടിയും എല്ലാം കൂടെ നമ്മൾ കുളത്തിലെ മീനെ ഒരു ട്രീറ്റ് ആയിട്ട് അങ്ങ് കൊടുക്കും. നമ്മൾ വണ്ടി അടിക്കുമ്പോൾ ഈ കുളത്തിൽ നിന്ന് കുറച്ച് മോളിയും ഗപ്പിയും നമ്മളെ ഫോളോവേഴ്സിന് കുറച്ച് പേർക്ക് കൊറിയർ ചാർജ് മാത്രം വാങ്ങി അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ട് കൊറിയർ അയക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൊറിയറിന്റെ പ്രോസസ് ഒന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ കൊറിയർ ഓഫീസിൽ തിരക്കി ഒട്ടുമിക്ക സ്ഥലത്തും ലൈസൻസ് അയക്കില്ല എന്നാണ് പറയുന്നത്. അവസാനം ഇവിടെ അവർ അയക്കാം, പക്ഷേ ഓൺ റിസ്കിൽ അയച്ചോണം. ചത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്വം അയക്കത്തില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അയച്ചു നോക്കാം. ഞാൻ നാളെ ഒരു വീഡിയോ ഇടാം. ആ വീഡിയോയിൽ കമന്റ് ചെയ്യുന്ന നമ്മുടെ ഫോളോവേഴ്സ് ഒരു 10 പേരെ സെലക്ട് ചെയ്ത് അവർക്ക് നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാം. നിങ്ങളുടെ സപ്പോർട്ടും സജഷനും ടിപ്സും എല്ലാം ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനിയും മീനുകളെ കുറിച്ച് ഒരുപാട് പഠിക്കാനും അറിയാനും ഉണ്ട്.